ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ട്രാവൽ ടു കസ്ബേഗി. ഇനി നമ്മുടെ യാത്ര കസ്ബേഗിയിലോട്ടാണ്. ടിബിലിസിൽ നിന്ന് കസ്ബേഗിലേക്ക് ഏകദേശം ഒരു 155 കിലോമീറ്റർ ദൂരമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4 hours ട്രാവൽ ഉണ്ട്. ആ യാത്രയിൽ ഒരു 70 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തും. അതാണ് ഈ കാണുന്ന സിൻവാലി റിസോർവയർ. ഈ സിൻവാലി റിസോർവയർ അരാഗവി റിവറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. 1980s ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ആട്ടോ. അതിനായിട്ടുള്ള സ്വിങ്സും ഫ്രെയിംസും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് തോന്നുന്നു 5 ജെല്ല് വെച്ച് നമ്മൾ പേ ചെയ്യണം. ഒരു ചെറിയ സുവനീർ ഷോപ്പും അതിൻ്റെ അടുത്തുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇറങ്ങി സ്വിങ്ങിലൊന്നും കയറിയില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ യാത്ര തുടർന്നു. അവിടെ ഞങ്ങൾ യാത്ര തിരിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഷീപ്പിൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്പറുണ്ട്. അത് അവരിങ്ങനെ മേയാൻ വിട്ടേക്കുവാണ്. അപ്പം അവരിങ്ങനെ നോക്കാനായിട്ട് ഷെപ്പേർഡ്സും ഉണ്ട്. ഷെപ്പേർഡ്സ് എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്താണ് അവരിങ്ങനെ വരുന്നത്. ഇവരൊന്നും പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഡോഗ്സും പോകുന്നുണ്ട്. ഷീപ്പ് മാത്രമല്ല കേട്ടോ, ഗോഡ്സും ഉണ്ട്, കൗസും ഉണ്ട്. അവരെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ആദ്യമായിട്ടുണ്ടോ ഇങ്ങനെ ഷീപ്പിൻ്റെ ഒരു കൂട്ടത്തെ കാണുന്നത്. ഷീപ്പിനെ തന്നെ കാണുന്നത് അപൂർവമാണല്ലോ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മേഞ്ഞിങ്ങനെ നടക്കണ കാണാനായിട്ട്. കണ്ടോ, ആ ഹോഴ്സിൽ പോകുന്നതാണ് അതിൻ്റെ ഷെപ്പേർഡ്സ്. പിള്ളേർക്കൊക്കെ ഭയങ്കര കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. കാരണം അവരാദ്യമായിട്ടാണ് ഷീപ്പിനെ കാണുന്നത്. അവർക്ക് ഇങ്ങനെ കാർട്ടൂണിലും പിക്ചേഴ്സിലൊക്കെ കണ്ടു പരിചയമേ ഉള്ളൂ. അവരിങ്ങനെ ഒരു കൂട്ടം ഷീപ്പിനെയും ഗോട്ടിനെയും ഡോഗ്സിനെയും കൗസിനെയും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കാണാനായിട്ട്. പിള്ളേർക്ക് ഇങ്ങനെ എന്താ പറയുക, നേച്ചറിൻ്റെ ഒരു ഭംഗി കാണുന്നേക്കാളും ഇങ്ങനെ ആനിമൽസിനെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പം അതിങ്ങനെ ഓടിപ്പോണതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ആനിമൽസിന് എല്ലാ കൂട്ടങ്ങളും ഒരു സ്ഥലത്തെത്തിയപ്പോൾ എല്ലാവരും റോട്ടിൽ കയറി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ബ്രിഡ്ജിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും വണ്ടി അവിടെ നിർത്തിയിടേണ്ടി വന്നു. വണ്ടി പോകാനായിട്ട് നല്ല ബ്ലോക്കായി. കാരണം എല്ലാ ആനിമൽസും റോട്ടിലേക്ക് കയറി. അപ്പം അടുത്ത കൂടെ പോകണ കണ്ടപ്പോൾ പിള്ളേർക്ക് അതിലും ഇഷ്ടമായി. തൊട്ടടുത്ത കൂടെ ഇങ്ങനെ പോകണ കണ്ടപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട് കേട്ടോ. അതാണ് അരാഗവി റിവർ. അപ്പം അതിന് അക്രോസ് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ എല്ലാ ആനിമൽസിനെയും അവരിങ്ങനെ മേച്ച് അപ്പുറത്തെ ദൂരത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. കണ്ടോ, ആ സ്ഥലങ്ങൾ മൊത്തം ഈ ഷീപ്പിന്റെ കൂട്ടങ്ങളാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. മനസ്സൊക്കെ ശാന്തമാവുന്ന ഒരു അറ്റ്മോസ്ഫിയറും നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഇപ്പോൾ 2 സൈഡിലും എവിടെ നോക്കിയാലും ഇങ്ങനെ മൗണ്ടെയിൻസ് ആട്ടോ. ഫുൾ ഇങ്ങനെ ഗ്രീൻ മൗണ്ടെയിൻസ് ആട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, സ്മൂത്തിങ് അറ്റ്മോസ്ഫിയറും ഫ്രഷ് എയറൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിൻ്റർ സീസണിലല്ലെങ്കിലും നമുക്ക് അകലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന മഞ്ഞുമലകളും കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതാ പൂക്കളിങ്ങനെ ആയി വരുന്നു. മൗണ്ടെയിൻസ് മൊത്തം യെല്ലോ കളർ പൂക്കൾസ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ റിസോർട്ടുകളും വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ മഞ്ഞുമലകൾ, മഞ്ഞിൻ്റെ ബാക്കി അവശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ കട്ട പിടിച്ച മഞ്ഞാണ് കേട്ടോ. നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഐസ് പോലെ ഉറച്ച മഞ്ഞുകളാണത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗോദാവരിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ആണ്. അതിനെ ഗോദാവരി വ്യൂ പോയിന്റ്, ഗോദാവരി പനോരമ, ട്രീറ്റി ഓഫ് ഗിയോർഗിയസ് എന്നൊക്കെ പറയും. റഷ്യയുടെയും ജോർജിയയുടെയും ഒരു ഓൺഗോയിങ് ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. 1983 ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. അതൊരു സർക്കുലർ സ്റ്റോൺ ആൻഡ് കോൺക്രീറ്റ് സ്ട്രക്ചറാണ്. അത് ഫേസ് ചെയ്തിരിക്കുന്ന ഈ മൗണ്ടെയിൻസ് ആണ് കോക്കാസസ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഈ വാലിനെ ഡിവിൽസ് വാലി എന്നും കൂടി എന്തോ പറയും തോന്നുന്നു കേട്ടോ. ആ മൗണ്ടെയിൻസിലൊക്കെ ടോപ്പ് ഫുൾ ഇങ്ങനെ സ്നോ മൂടി കിടക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ വിൻ്റർ സീസൺ അല്ലാത്തതുകൊണ്ട് ടോപ്പ് പോർഷനിൽ മാത്രമേ സ്നോ ഉള്ളൂ. അത് കാണുന്നതിന് നല്ല ഭംഗിയായിരുന്നു.
കളർഫുൾ ആണ് കേട്ടോ ഈ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. ഒരുപാട് പിക്ചേഴ്സ് അതിൽ ഡിപിക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സോവിയറ്റ് മൊസൈക്സ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിൽ ജോർജിയൻ റഷ്യൻ ഹീറോസ്, ഫാർമേഴ്സ്, ഫെയറി ടെയിൽസ്, കമ്മ്യൂണിസ്റ്റ് സിംബൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മോണുമെന്റിന് അവിടെ ഒരു ബാൽക്കണി പോലെ ഷേപ്പിലുണ്ട് കേട്ടോ. ഇതൊരു 600 മീറ്റർ ഹാങ്ങിങ് ക്ലിഫാണ് കേട്ടോ ഈ മോണുമെന്റ്. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ അപ്പുറത്തെ മൗണ്ടെയിൻസിന്റെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഈ മോണുമെന്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ താഴെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ സെല് ചെയ്യുന്ന ഷോപ്സ് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഇവിടെ നോക്കിയാൽ ക്ലൗഡ്സിന്റെയും ആ മൗണ്ടെയിൻസിന്റെ ഒക്കെ വ്യൂ നോക്കി എന്ത് ഭംഗിയല്ലേ. ഒരുപാട് ചെറീസും ബെറീസും ഒക്കെ ഉള്ള ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മളവിടെ നിന്ന് സ്ട്രോബെറീസ് ഒക്കെ വാങ്ങിച്ചു. അപ്പം മോനിതാ പൊട്ടറ്റോൻ്റെ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഫ്രഷ്ലി ഉണ്ടാക്കി കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പൊട്ടറ്റോ ഫ്രൈസും ബെറീസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് പതുക്കെ അവിടുന്ന് തിരിച്ചു. ഇനി നമ്മൾ പോകുന്ന നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗർഗറ്റി ട്രിനിറ്റി ചർച്ചാണ്. അത് സ്റ്റെഫൻസ്മിൻഡ എന്നുള്ളൊരു സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ സോവിയറ്റ് ജോർജിയയ്ക്ക് മംഗോൾസിൽ നിന്ന് ലിബറേഷൻ കിട്ടിയപ്പോൾ 14th സെഞ്ച്വറിയിൽ ബിൽറ്റ് ചെയ്ത ചർച്ചാണത്. നല്ല ടോപ്പിലാണ് ആ ചർച്ച് ഇരിക്കുന്നത്. 2170 മീറ്റർ സീ ലെവലിലാണ് അതിരിക്കുന്നത്. ഈ ഗർഗറ്റി ചർച്ച് അത്യാവശ്യം ടോപ്പിലായതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യൂ നമുക്ക് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഈ മലകൾ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. മലനിരകൾ ഇങ്ങനെ മേഘത്തുനിന്ന് മുട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുള്ള ആ ഒരു ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. കണ്ട ഈ മൗണ്ടെയിൻസ് ഒക്കെ ഇങ്ങനെ ക്ലൗഡ്സും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഫീലിംഗ് ആണ്. നമ്മളൊരു ക്ലൗഡിൽ എത്തിയൊരു ഫീലിംഗ് ആണ് ഇവിടെ നിന്ന്. ഒരു എന്താ പറയുക, സണ്ണിൻ്റെ വെട്ടവും ക്ലൗഡ്സിൻ്റെ ഒരു ഭംഗിയും ഒക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഈ പള്ളിയിലേക്ക് അത്യാവശ്യം തന്നെ കയറാനുണ്ട് കേട്ടോ. ഒരു കുത്തനുള്ളൊരു കയറ്റാണ്. ഈ വ്യൂ ഒന്ന് നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഫുള്ള് മലനിരകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ ഒഴുകി നടക്കുന്നു. നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ ഗേൾസിന് വെയർ ചെയ്യാനുള്ള വെയിൽസും അതുപോലെ ഒരു മുണ്ട് പോലെ ചുറ്റാൻ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ക്യാൻഡിൽസും അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് ക്യാൻഡിൽസ് എടുത്ത് കത്തിക്കാം. ഗർഗറ്റി ചർച്ച് നല്ല ടോപ്പിലാണല്ലോ. അപ്പോൾ നമുക്കത് കയറാനായിട്ട് നല്ലൊരു കുത്തനെ കയറ്റമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതാണ് ആ ഇറക്കം. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. ആ റോഡ് ഈ ഇറക്കിറങ്ങിയിട്ടുള്ള ആ സ്ട്രെയിറ്റ് റോഡ് കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ. ഈ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ചെന്നെത്തുന്ന ഡെസ്റ്റിനേഷനാണ് കേട്ടോ സ്നോ വില്ലേജ് എന്ന് പറയുന്നത്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ സ്നോ വില്ലേജ്. ഇത് കസ്ബേയിലുള്ളൊരു സ്മോൾ വില്ലേജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ജോർജിയൻ റൈറ്റേഴ്സിൻ്റെയും ലീഡേഴ്സിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും ഒക്കെ ഇങ്ങനെ ഹെഡുകൾ അവർ സ്റ്റോണിൽ ഇങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതാ ഈ കാണുന്നതാണ് കോക്കാസസ് മൗണ്ടെയിൻസ്. ഈ സ്നോ വില്ലേജ് സറൗണ്ട് ചെയ്തേക്കുന്നത് ഈ മൗണ്ടെയിൻസ് ആണ്. ഇതിനെ നമ്മൾ ഔട്ട്ഡോർ സ്കൾപ്ചർ മ്യൂസിയം എന്നും അവിടെ പറയും. അതുപോലെ തന്നെ നമുക്കവിടെ ഹൈക്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് അങ്ങടിക്കൊന്നും പോയില്ല. നമ്മളിന്ന് കസ്ബേയിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കോട്ടേജുകളാണ് ഈ ബാക്കിൽ കാണുന്നതെല്ലാം.
ഞങ്ങൾക്ക് ആക്ച്വലി ടിബ്ലീസിനേക്കാളും ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടമായത്. കാരണം ചെറിയ ചെറിയ കോട്ടേജേഴ്സ് ആണ്, ഭയങ്കര ചീപ്പാണ്. ടിബ്ലീസി എന്ന് പറയുന്നത് ഒരു ടൗൺ ആണ്, ശരിക്കും ഒരു ഓൾഡ് ടൗൺ ആണത്. ഞങ്ങൾ ഓൾഡ് ടിബിലീസിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ടൗണിൻ്റെ ഒരു അന്തരീക്ഷത്തെക്കാളും ഇവിടെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ചുറ്റും മലകളായിട്ട് ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ ആട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് 2-3 ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഹോട്ടൽസൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് മാത്രമേ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ചെറിയ കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ്. കാരണം ആരുമില്ല, ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാമായിട്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാം. മൈൻഡൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ആ ബാക്കിൽ കാണുന്ന 2 കോട്ടേജോടും ചേർന്നൊരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ എടുത്ത കോട്ടേജ്. ഈ കാണുന്നത് ഇതാണ് കേട്ടോ കോട്ടേജിൻ്റെ ഉൾവശം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഡോറ് തുറന്നു. ചെറിയ റൂമാണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു കോട്ടേജാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുകളിലത്തെ ഫ്ലോറിലാണ് നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അതിൻ്റെ ഷേപ്പും അങ്ങനെയായിരിക്കും. ഒരു 3 സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. സൈഡിൽ ഒരു ബെഡ്, പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ 2 ബെഡ്. ഈ വിൻഡോ തുറന്നിട്ടുള്ള വ്യൂ ഒന്ന് നോക്കി. നമുക്ക് ടൗണിൽ റൂം എടുത്ത ഈ ഒരു വ്യൂ ഒന്നും കിട്ടില്ല. ഈ കോട്ടേജസുകളൊക്കെ ഒരു ഫാമിലീസ് നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഡിന്നറിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ചെറിയ ഷോപ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിന്നറിന് വേണ്ടി വാങ്ങിച്ചു. അതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഈ കാണുന്നതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ജേക്കോ അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ റൂമുകളും ഒക്യുപ്പൈഡ് ആയിരുന്നു, വേറെ മലയാളീസും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പിന്നെ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്ന് തിരിച്ച് ടിബിലീസിലേക്ക് എത്തണം. ആ തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.